പശ്ചിമേഷ്യൻ ഇറാനെതിരായ യുദ്ധം തുടരുന്നതിനിടെ അമേരിക്കയിൽ ഒരേ സമയം 3 വ്യത്യസ്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ജനജീവിതം ദുസ്സഹമാക്കുന്നു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കടുത്ത പുകമഞ്ഞും തെക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയവും പടിഞ്ഞാറൻ മേഖലകളിൽ അതിവേഗം പടരുന്ന കാട്ടുതീയുമാണ് ഒരേ സമയം ജനങ്ങളെ വലയ്ക്കുന്നത്. വായുമലിനീകരണവും പ്രകൃതിക്ഷോഭങ്ങളും കണക്കിലെടുത്ത ലക്ഷക്കണക്കിന് ആളുകളോട് വീടുകളിൽ തന്നെ കഴിയാൻ അധികൃതർ നിർദ്ദേശം നൽകി. ശനിയാഴ്ച ജന്തർ മന്ദറിൽ പ്രതിഷേധ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെയ്ക്ക് നേരെ ഒരു സ്ത്രീ മഷി എറിഞ്ഞതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു. സംഭവത്തെ തുടർന്ന് CJP പ്രവർത്തകർ വേദിയിലേക്ക് ഓടിയെത്തി. അതോടെ പ്രതിഷേധം അലങ്കോലമായി. സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. CJP അണികൾ സ്ത്രീയെ തിരിച്ച് കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അഭിജിത് ദീപ്കെ അവരെ തടഞ്ഞു. തുടർന്നാണ് പോലീസ് സ്ത്രീയെ സ്ഥലത്തു നിന്ന് മാറ്റിയത്. തനിക്കെതിരെ മഷി കുടഞ്ഞത് അംഗീകാരമായി കാണുന്നു എന്നാണ് ദീപ്കയുടെ പ്രതികരണം. പണം നൽകി BJPക്കാർ പ്രശ്നമുണ്ടാക്കാൻ ആളുകളെ സമരവേദിയിലേക്ക് വിടുകയാണെന്ന് ദീപ്കെ ആരോപിച്ചു. ഇന്ന് രാവിലെ മുതൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് ജന്തർ മന്ദറിൽ നടന്നത്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയും ഡയമണ്ട് ഹാർബർ MPയുമായ അഭിഷേക് ബാനർജിയുടെ ഓഫീസ് അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ അംതാല ബറൂയിപൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഓഫീസ് കെട്ടിടം പൂർണ്ണമായും നിയമവിരുദ്ധമായാണ് നിർമ്മിച്ചതെന്ന് ആരോപിച്ചാണ് ഈ നടപടി. വൻ പോലീസ് സന്നാഹത്തിന്റെ കാവലിലാണ് പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. കെട്ടിടം അനുമതിയില്ലാതെ നിർമ്മിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഏറെ നാളത്തെ ഭാഗ്യാന്വേഷികളുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മൺസൂൺ ബമ്പർ BR 110 ലോട്ടറി നറുക്കെടുത്തു. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വച്ചായിരുന്നു നറുക്കെടുപ്പ്. MC 576896 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനമായ 10 കോടി രൂപ ലഭിച്ചത്. മൺസൂൺ ബമ്പറിന്റെ 2ാം സമ്മാനം 10 ലക്ഷവും 3ാം സമ്മാനം 5 ലക്ഷവും 4ാം സമ്മാനം 3 ലക്ഷവും വീതമാണ്. കൂടാതെ 5000, 1000, 500, 280 വീതം രൂപയുടെ നിരവധി സമ്മാനങ്ങളുമുണ്ട്. ഇത്തവണ 40 ലക്ഷം ടിക്കറ്റുകളാണ് ബമ്പറിൻ്റെതായി വിറ്റഴിഞ്ഞിരിക്കുന്നത്. ചോദ്യപേപ്പർ മാറിയതാണ് പരീക്ഷ റദ്ദാക്കാൻ കാരണം. രാവിലെയും ഉച്ചയ്ക്കും 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നടത്തേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് രാവിലെ നൽകിയത്. ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ ചോദ്യപേപ്പർ മാറിയെന്നാണ് ആദ്യം പുറത്തു വന്നിരുന്ന വിവരം. ഇതിന് പിന്നാലെ മറ്റു ജില്ലകളിലും ചോദ്യപേപ്പർ ചോർന്നതായി വ്യക്തമാവുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 1 മുതൽ 3 വരെ നടത്താനിരുന്ന പരീക്ഷയാണ് റദ്ദാക്കിയത്. സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ റദ്ദാക്കിയെന്നാണ് PSCയുടെ ഔദ്യോഗിക വിശദീകരണം. ബാനറും കൊടിയും കെട്ടിയ ആശുപത്രി പരിസരത്ത് ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. എന്നാൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന നിലയിൽ ഭക്ഷണം നൽകാമെന്നും ഈ പദ്ധതി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആദ്യം നടപ്പാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം G. സുധാകരൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നത്. ആഘോഷം അതിരുകടക്കരുതെന്ന് കോഴിക്കോട് സിറ്റി കമ്മീഷണർ പുറത്തിറക്കിയ ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കി. അപകടകരമായ ബൈക്ക് റേസിംഗ്, വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ, മദ്യപിച്ച് വാഹനമോടിക്കൽ, അമിത വേഗത യാത്ര, പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന തരത്തിൽ പടക്കം പൊട്ടിക്കൽ, പൊതുജന സമാധാനം തകർക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ആഘോഷങ്ങളുടെ പേരിൽ നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ മോട്ടോർ വാഹന നിയമങ്ങൾക്ക് അനുസൃതമായി നടപടി സ്വീകരിക്കുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മോഹൻലാലിനെയും ആരാധകരെയും അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ അജു അലക്സിന് നേരെ ആക്രമണം. ഇടപ്പള്ളിയിൽ വെച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ പിന്തുടർന്നെത്തി മർദ്ദിച്ചുവെന്ന് അജു ആരോപിച്ചു. നടൻ മോഹൻലാലിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയത് ചെകുത്താൻ എന്ന അജു അലക്സിനെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യൻ ടെറിട്ടറിയൻ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ സ്ഥലം സന്ദർശിച്ചതിന് എതിരെയാണ് അന്ന് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത്. ശ്രീഹരിക്കോട്ട
ശ്രീഹരിക്കോട്ടയിലെ ISROയുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം ലോഞ്ച് പാഡിൽ നിന്നുമായിരുന്നു മിഷൻ ആഗമൻ എന്ന പേരിലുള്ള വിക്ഷേപണം. ഇൻസ്പേസിന്റെ പിന്തുണയോടെ നടത്തിയ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരുന്നു. ഇൻസ്പേസിന്റെ പിന്തുണയോടെ നടത്തിയ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരുന്നു. 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് കൗണ്ട് ഡൗൺ നിർത്തിയത്. പൂർണ്ണമായി ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് വിക്രം-1. 22 മീറ്റർ ഉയരമുള്ള റോക്കറ്റിന്റെ താഴ്ന്ന ഭൂഭ്രമണപഥത്തിലേക്ക് 350 കിലോഗ്രാം ഭാരം അയക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം. പൊന്മുടിയിലേക്ക് പോകുന്ന വഴി 6-ാം വളവിൽ KSRTC പ്രിയദർശിനി ബസ് അപകടത്തിൽപ്പെട്ടു. പൊന്മുടിയിലേക്കുള്ള യാത്രാമധ്യേ ബസ് ബ്രേക്ക് ഡൗൺ ആവുകയായിരുന്നു. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്ന് വന്ന ബസ്സാണ് ബ്രേക്ക് ഡൗൺ ആയത്. ഇതോടെ സ്ഥലത്ത് വൻ ഗതാഗത കുരുക്കുണ്ടായി. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകാനാവാതെ കുരുക്കിൽപ്പെട്ടു. വിതുര കല്ലിങ്കിൽ വെച്ച് ബസ്സിന് ചെറിയ തകരാറുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിലും യാത്ര തുടരുകയായിരുന്നു. പിന്നാലെയാണ് 6-ാം വളവിൽ വെച്ച് ബസ് ബ്രേക്ക് ഡൗൺ ആയത്. സർക്കാരിന്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയിൽ ഉൾപ്പെടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സൗജന്യ യാത്രയായതിനാൽ പൊന്മുടിയിലേക്കുള്ള ഓർഡിനറി ബസ്സുകളിൽ അമിതമായ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് സംഭവം.